നമസ്കാരം. ഇന്ന് നമുക്ക് യൂണിറ്റ് 4-ലെ രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം. അത് ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ എന്നാണ്. ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ എന്താ? ഹീറ്റ് ലോഡ് ദ ടോട്ടൽ ഹീറ്റ് ലോഡ് ടു ബി റിമൂവ്ഡ് ഫ്രം ദ സ്പേസ് ഇൻ ഓർഡർ ടു ബ്രിങ് ഇറ്റ് ഇൻ ദ ഡിസൈർഡ് ടെമ്പറേച്ചർ ബൈ ദ എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ് ഈസ് നോൺ ആസ് ഹീറ്റ് ലോഡ്. അതായത് ഒരു എയർ കണ്ടീഷൻ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ് വെച്ചിട്ട് എത്ര മാത്രം താപം ഒരു സ്പേസിൽ നിന്ന് ഒരു റൂമിൽ നിന്ന് എടുത്ത് നീക്കം ചെയ്യണമെന്ന് കണ്ടുപിടിക്കുന്ന അതിനെയാണ് നമ്മൾ ഹീറ്റ് ലോഡ് എന്ന് പറയുന്നത്. എത്രമാത്രം താപം കൂടുതൽ. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഇത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ എയർ കണ്ടീഷണറിനെ കുറിച്ചൊരു ഡിസിഷൻ എടുക്കാം. അതായത് എത്ര ടണ്ണിൻ്റെ AC ആണ് നമുക്ക് വാങ്ങിക്കേണ്ടതെന്നുള്ളൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ്സിനൊക്കെ ഉണ്ട്, ഫ്രിഡ്ജിനും അതുപോലെയുള്ള റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ്സിനൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളിത് ഈ എയർ കണ്ടീഷനിങ്ങിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ നമുക്കൊരു റൂം തരും, ഒരു 10-10ൻ്റെയോ 12-10ൻ്റെയോ ഒരു റൂം. ആ റൂമിലേക്ക് എത്ര ടണ്ണിൻ്റെ AC വേണം എന്നാണ് നമുക്ക് ആൾക്കാർ നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഹീറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ എത്ര ടണ്ണിൻ്റെ AC ആണ് വെക്കേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കും. അപ്പോൾ അതിനു വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇത് നമ്മളൊരു AC ടെക്നീഷ്യൻ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നന്നായിട്ട് അറിയാമെങ്കിൽ നല്ല ഒരു AC ടെക്നീഷ്യനായിട്ട് മാറാൻ പറ്റും. അതുകൊണ്ട് ഈ ചാപ്റ്റർ വളരെ ശ്രദ്ധയോടെ, നിങ്ങളുടെ പ്രൊഫഷൻ്റെ ഒരു ഭാഗമാണ്, ഈ ചാപ്റ്റർ വളരെ ശ്രദ്ധയോടെ പഠിക്കുന്നു. അപ്പോൾ 2-3 തരത്തിലുള്ള ഹീറ്റ് ലോഡുകളാണ് സാധാരണ ഒരു ബിൽഡിങ്ങിൽ വരിക, അല്ലെങ്കിൽ ഒരു റൂമിൽ വരിക. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് സെൻസിബിൾ കൂളിംഗ് ലോഡ്. ഈ ഹീറ്റ് ലോഡിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് കൂളിംഗ് ലോഡ്. അപ്പോൾ സെൻസിബിൾ കൂളിംഗ് ലോഡുണ്ട്, അതുപോലെ ലേറ്റൻറ്റ് കൂളിംഗ് ലോഡെന്നും പറഞ്ഞുകൊണ്ട് 2 ലോഡാണ് വരിക. അപ്പോൾ ഈ സെൻസിബിൾ കൂളിംഗ് ലോഡിൻ്റെ അകത്ത് കുറേ ഘടകങ്ങൾ വരും. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സെൻസിബിൾ കൂളിംഗ് ലോഡിൻ്റെ അകത്ത് വരുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വിൻഡോയിൽ കൂടെയും ഡോറിലൊക്കെ ഗ്ലാസ്സിൽ കൂടെ ചൂട് കയറി വരും ഇല്ലേ? നമുക്കൊരു റൂം തണുപ്പിക്കുക. അപ്പം ഉദാഹരണത്തിന് നമ്മുടെ ലാബ് തണുപ്പിക്കണം. അപ്പോൾ ലാബ് തണുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ലാബിൻ്റെ പുറത്തെ ടെമ്പറേച്ചർ ഒരു 30 ഡിഗ്രി ആണെന്ന് വെക്കുക. ലാബിനകത്ത് നമുക്ക് വേണ്ട ഒരു 24 ഡിഗ്രി ആണെന്ന് വെക്കുക. പുറത്ത് 30 ആണ്, 24 ഡിഗ്രിയാണ്. അപ്പോൾ അകത്തെ താപം നമ്മൾ പുറത്തേക്ക് കളയുമ്പം അകത്ത് എന്തൊക്കെ താപമുണ്ടോ അതെല്ലാം എടുത്ത് പുറത്തോട്ട് കളഞ്ഞാണ് 24 ഡിഗ്രിയിലാക്കി വെക്കുക. അപ്പോൾ അകത്തേക്ക് വീണ്ടും താപം കയറി വരുന്നുണ്ടാവും. അപ്പോൾ ആ കയറി വരുന്ന താപം എവിടെ നിന്നൊക്കെ വരുന്നു എന്നും കൂടെ നമ്മൾ കണ്ടുപിടിക്കണ്ടേ. അതാണ് ഈ ജനലിൻ്റെയും വാതിലിൻ്റെയൊക്കെ ചില്ല് ഡോറിൽ കൂടെയൊക്കെ ചൂട് പെട്ടെന്ന് കയറി വരും. അതുപോലെ തന്നെ പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന ജനലും ഗ്ലാസ്സും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ താപം അകത്തേക്ക് കയറി വരും. അതുപോലെ തന്നെ ഈ എക്സ്റ്റീരിയൽ വാൾ, അതായത് പുറമേയുള്ള ഭിത്തി നമുക്കറിയാം. രാത്രിയിലൊക്കെ ആണെങ്കിൽ ഭിത്തി ചൂടായി കഴിഞ്ഞ് സൂര്യപ്രകാശം അടിച്ച് ഭിത്തി ചൂടായി കഴിഞ്ഞിട്ട് മുറിക്കാൻ കുറേ നേരത്തേക്ക് ചൂട് കാണും അല്ലേ? അതുപോലെ ഇപ്പം പുറത്തുനിന്നുള്ള ഭിത്തിയിൽ സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ട് ഭിത്തി ചൂടാവും. ആ ചൂടിൻ്റെ ഒരു ഭാഗം നമ്മുടെ മുറിക്കകത്തേക്ക് കയറി വരും. പിന്നെ എന്താണ്? പാർട്ടീഷൻ. നമ്മൾ മുറികൾ തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ആ പാർട്ടീഷൻ്റെ അതിലെ താപം കയറി വരും. അതുപോലെ അപ്പുറത്തെ ഒരു മുറിയിൽ എന്തെങ്കിലും പാചകമൊക്കെ ചെയ്യുന്ന അടുക്കളയൊക്കെ പോലെയുള്ള റൂമാണ്, ചൂട് കൂടുതലുള്ള റൂമായിരിക്കും. അതൊരു പാർട്ടീഷൻ നമ്മുടെ റൂമുമായിട്ടുണ്ടാവും. അപ്പോൾ അതിലെ താപം കൂടുതൽ കയറി വരും. പിന്നെ എന്താണ്? സീലിങ്ങിൽ കൂടെ താപം കൂടുതൽ കയറി വരും. അതായത് മുകളിലുള്ള ഭിത്തി സീലിങ്ങിൽ കൂടെ താപം കയറി വരും. റൂഫിൽ കൂടെ താപം കയറി വരും. നമുക്കറിയാം സൂര്യപ്രകാശം നേരിട്ട് വീഴുന്ന ഒരു ഭാഗമാണ് റൂഫ്. അപ്പോൾ റൂഫിൽ കൂടെ ഉച്ച നേരത്തൊക്കെ ആണെങ്കിൽ സൂര്യപ്രകാശം നേരിട്ട് വീഴുന്ന നമുക്ക് അവിടെ കയറി നിൽക്കാൻ പോലും അത്ര ചൂടുണ്ട് അല്ലേ? അപ്പോൾ അതിലെ താപം കയറി വരും. പിന്നെ തറയിലൂടെ താപം കയറി വരും, ഫ്ലോറിലൂടെ. അതായത് ഫ്ലോറിലേക്ക് സൂര്യപ്രകാശം വീണിട്ട് ആ ഫ്ലോർ ചൂടായിട്ട് അതിലെ താപം കയറി വരും. പിന്നെ നമ്മുടെ മുറിക്കകത്ത് ലൈറ്റൊക്കെ ഉപയോഗിക്കില്ലേ, നമ്മൾ ഫാനിൽ ലൈറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ചൂടാകും. നമുക്കറിയാം ഫാൻ വർക്ക് ചെയ്താൽ ഫാനിൽ ചൂടുണ്ടാവും അല്ലേ? അതുപോലെ ബൾബ് വർക്ക് ചെയ്യുമ്പോൾ ബൾബിൽ ചൂടുണ്ടാവും. അതുപോലെ ഈ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചൂടൊക്കെ ഉണ്ട്. അതുപോലെ ഈ ആൾക്കാർ ഇതിൻ്റെ അകത്ത് റൂമിൻ്റെ അകത്തിരുന്ന ആൾക്കാർക്ക് ചൂടുണ്ടാവും. ആൾക്കാരുടെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 110 വാട്ട് മുതൽ, വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 110 വാട്ട് മുതൽ നല്ല പണിയെടുക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 450 വാട്ട് വരെ ഒരാൾക്ക് ഹീറ്റ് ലോഡ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സും അപ്ലയൻസ്, അതായത് കമ്പ്യൂട്ടറുകളുണ്ടെങ്കിൽ ചൂടുണ്ടാവും. നമുക്കറിയാം നമ്മുടെ ലാപ്ടോപ്പിൻ്റെയോ അല്ലെ ഫോണ് തന്നെ നമുക്കറിയാം, ഫോണിൽ നിന്ന് ചൂട് വരുന്നത് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഫോൺ അങ്ങനെ ഉപകരണങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് ഫോട്ടോസ്റ്റാറ്റ് മെഷീനോ ഉപകരണങ്ങളോ കമ്പ്യൂട്ടർ TV അതൊക്കെ ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ മൊബൈൽ ഫോണോ ചാർജറോ ഒക്കെ ഉണ്ടെങ്കിലും എന്തുണ്ടാവും? ചൂടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സെൻസിബിൾ കൂളിംഗ് ലോഡെന്ന് പറയുന്നത്. അതുപോലെ എയർ ഇങ്ങനെ ഈ അകത്തേക്ക് കുറച്ച് എയർ എങ്ങനെയാണെങ്കിലും ലീക്കായിട്ട് കയറി വരുമല്ലോ. കതകിൻ്റെയും ജനലിൻ്റെയൊക്കെ ഇടയിൽ ചെറിയ ക്രാക്സ് ഒക്കെ കാണും, ചെറിയ വിള്ളലൊക്കെ കാണും. അപ്പോൾ അതിലെയൊക്കെ എയർ എന്ത് ചെയ്യും? അകത്തേക്ക് കയറി വരും. ആ എയറിൻ്റെ ഇത് സെൻസിബിൾ ഹീറ്റും എന്താണ്? ഈ സെൻസിബിൾ കൂളിംഗ് ലോഡിൻ്റെ ഫാക്ടറാണ്.
ഇനി നമുക്ക് ലേറ്റൻറ്റ് കൂളിംഗ് ലോഡ് എന്ന് പറയുന്ന ഭാഗം നോക്കാം. ലേറ്റൻറ്റ് കൂളിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ബാഷ്പീകരണം നടക്കണം. ഈ ബാഷ്പീകരണം നടക്കുന്ന ഭാഗങ്ങളുള്ളിടത്താണ് ഈ ലേറ്റൻറ്റ് കൂളിംഗ് ലോഡ് വരിക. അപ്പം ബാഷ്പീകരണം നടക്കുന്നിടത്താണ് ലേറ്റൻറ്റ് കൂളിംഗ് ലോഡ് വരിക. അപ്പോൾ നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പഠിച്ചിട്ടില്ല, അതുപോലെയുള്ള ആ ഹീറ്റാണ് ലേറ്റൻറ്റ്. അതിൽ നമ്മൾ ആൾക്കാരാണ് പ്രധാനമായിട്ട് റൂമിൻ്റെ അകത്തിരിക്കുന്ന പീപ്പിൾസ്, ആൾക്കാർ. നമ്മുടെ താപമാണ്, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നതിനനുസരിച്ച് താപം എന്ത് ചെയ്യും, പുറത്തേക്ക് വരുന്ന വാട്ട് ഡിഫറൻ്റ് ആയിരിക്കും. നമുക്ക് 2 ഹീറ്റ് ഉണ്ട്. നമുക്ക് സെൻസിബിൾ ഹീറ്റും ഉണ്ട്, ലേറ്റൻറ്റ് ഹീറ്റും ഉണ്ട്. ഈ ആൾക്കാർക്ക്, ഈ റൂമിലിരിക്കുന്ന ആൾക്കാർക്ക് സെൻസിബിൾ ഹീറ്റ് ലോഡും ഉണ്ട്, ലേറ്റൻറ്റ് ഹീറ്റ് ലോഡും ഉണ്ട്. ഇത് രണ്ടും ഏകദേശം അടുത്തടുത്തൊക്കെ നിൽക്കും. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ ഈ അങ്ങനത്തെ നമ്മുടെ പീപ്പിൾസ്, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ലോഡ്. അതുപോലെ എക്യുപ്മെൻറ്റ്സ് ആൻഡ് അപ്ലയൻസ് എന്ന് പറയും. ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഈ ഉപകരണങ്ങൾക്ക് അകത്തുനിന്ന് ആവി, നീരാവി, വെള്ളം തിളച്ച് നീരാവി വരുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും ഈ ലേറ്റൻറ്റ് ഹീറ്റ് ലോഡ് വരും. അതുപോലെ തന്നെ അകത്തേക്ക് കയറി വരുന്ന വായുവിന് ഈ ജനലിൻ്റെയും വാതിലിൻ്റെയൊക്കെ ഇടയ്ക്കിടെ ഇൻഫിൽട്രേഷൻ എന്ന് പറയും. ഇൻഫിൽട്രേഷൻ എന്ന് പറയും. അത് അകത്തേക്ക് ഇങ്ങനെ ക്രാക്സിൽ കൂടിയൊക്കെ ഫിൽറ്റർ ചെയ്യാതെ കയറി വരുന്ന എയറിനെയാണ് ഇൻഫിൽട്രേറ്റ് എയർ എന്ന് പറയുക. അതായത് ഇൻഫിൽട്രേറ്റ് നുഴഞ്ഞു കയറി വരിക, ഈ ക്രാക്സിൽ കൂടിയൊക്കെ വെന്റിലേറ്ററിൽ കൂടിയൊക്കെ കയറി വരുന്ന ആ എയറിന് 2 ഹീറ്റും ഉണ്ട്, സെൻസിബിൾ ഹീറ്റും ഉണ്ട്, ലേറ്റൻറ്റ് ഹീറ്റും ഉണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ കാൽക്കുലേഷന് നമ്മളിവിടെ നന്നായിട്ടത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പ്രാക്ടിക്കലും ഉണ്ട്. ഇതേ ചാപ്റ്റർ തന്നെ നമുക്കൊരു പ്രാക്ടിക്കലുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ലാബിലെ ഒരു ഹീറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് ആ ലാബിന് വേണ്ടിയിട്ടുള്ള ഒരു എയർ കണ്ടീഷണർ നമ്മൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ട്. അപ്പോഴാണ് നമ്മൾ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ഇവിടെ നമ്മളിത് എന്താണ് എന്നാണ് നമ്മൾ തിയറിയിൽ പഠിക്കുന്നത്. അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ കാൽക്കുലേഷൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവേ ഓഫ് ബിൽഡിംഗ് ആണ് ഫസ്റ്റിലേ വരിക. അതായത് നമ്മുടെ ഈ കെട്ടിടത്തിൽ എങ്ങനെയൊക്കെ താപം കയറി വരാം, ആ കെട്ടിടത്തെക്കുറിച്ചുള്ള ഈ താപമായിട്ടുള്ള ഹീറ്റ് ലോഡുമായിട്ടുള്ള കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് ഒന്നാമത്തത്. അതിൽ എന്തൊക്കെയാണ് DBT ആൻഡ് WBT ഓഫ് ഔട്ട്സൈഡ്. എന്താണ് DBT? ട്രൈ ബൾബ് ടെമ്പറേച്ചർ. നമ്മൾ സാധാരണ തെർമോമീറ്റർ വെച്ചിട്ട് അളക്കുന്ന ട്രൈ ബൾബ് ടെമ്പറേച്ചർ. വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ട്രൈ ബൾബ് ടെമ്പറേച്ചർ ഇത് അളക്കുന്ന ഏത് വെച്ചിട്ടാണ്? നമ്മൾ സൈക്രോമീറ്റർ വെച്ചിട്ട് നമുക്ക് അളന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ട്രൈ ബൾബ് ടെമ്പറേച്ചർ കിട്ടും. കവർ ചെയ്ത ഇതിൽ നിന്ന് നമുക്ക് നനഞ്ഞ വിക്ക് വെച്ചിട്ട് കവർ ചെയ്ത തെർമോമീറ്ററിൽ നിന്ന് കിട്ടുന്നത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കൊരു സൈക്രോമീറ്റർ ഉപയോഗിച്ച് മുറിക്കകത്തെ താപം നമ്മൾ ലാബിൽ ചെയ്തിട്ടുണ്ടല്ലോ, എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട് താപം കണ്ടുപിടിച്ചു. അതുപോലെ നമ്മൾ മുറിക്ക് വെളിയിൽ 2 ഇൻസൈഡും ഔട്ട്സൈഡും എയറിൻ്റെ വെറ്റ് ബൾബും ട്രൈ ബൾബും ടെമ്പറേച്ചർ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. പിന്നെ എന്താണ്? സൈസ് ഓഫ് ദ ബിൽഡിംഗ്. അതായത് നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ നമുക്കിപ്പോൾ ഒരു ഹാളാണ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് മൊത്തമാണെങ്കിൽ എവിടെയൊക്കെയാണ് ചെയ്യേണ്ടെങ്കിൽ അതിൻ്റെ സൈസ്, നീളവും ഉയരവും വീതിയെല്ലാം കണക്ക് കൂട്ടണം. നീളം അളന്നെടുക്കണം, ഉയരം അളന്നെടുക്കണം. അത് മീറ്ററിൽ അളക്കും. ടേപ്പ് വെച്ചിട്ട് മീറ്ററിൽ നമ്മൾ ഉയരവും നീളവും വീതിയെല്ലാം അളക്കണം. അതാണ് സൈസ് ഓഫ് ദ ബിൽഡിംഗ്. പിന്നെ സ്ട്രക്ചർ ഓഫ് ദ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ. അതായത് കോൺക്രീറ്റ് വെച്ചിട്ടാണോ, വെറുതെ ചുടുകട്ട വെച്ചിട്ടുള്ളതാണോ, കോൺക്രീറ്റ് ബ്രിക്സ്, ഹോളോ ബ്രിക്സ്, ഇതെങ്ങനെയാണ്? കോൺക്രീറ്റ് അതിൻ്റെ റൂഫ് എങ്ങനെയാണ്? അതിൻ്റെ റൂഫ് എന്ത് കോൺക്രീറ്റ് ആണോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്ട്രക്ചർ ഓഫ് ദ ബിൽഡിംഗ്. അതുപോലെ തന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡോർ, വിൻഡോ ആൻഡ് വെന്റിലേഷൻ. ഈ മുറിയിലേക്ക് എത്ര ജനലുകളുണ്ട്, എത്ര വാതിലുകളുണ്ട്, എത്ര വെന്റിലേറ്ററുകളുണ്ട് എന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അളവുകൾ നോക്കേണ്ടതാണ്. എത്ര എണ്ണം ഉണ്ടെന്നും അതിൻ്റെ അളവുകൾ നമ്മൾ നോക്കണം. പിന്നെ നമ്പർ ഓഫ് പേഴ്സൺ ഒക്യുപ്പൈയിങ് ദ, ഇതിൻ്റെ അകത്ത് ഈ റൂമിൻ്റെ അകത്ത് എത്ര ആൾക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത്, ഈ റൂം എത്ര ആൾക്കാരാണ് ഉപയോഗിക്കും. ഓഫീസൊക്കെ ആണെങ്കിൽ ഓഫീസിൽ എത്ര ആൾക്കാർ പരമാവധി വരും, മിനിമം എത്ര ആൾക്കാരുണ്ടാവും, മാക്സിമം എത്ര ആൾക്കാരുണ്ടാവും. വീട്ടിലാണെങ്കിൽ ബെഡ്റൂമാണെങ്കിൽ 2 ആൾക്കാർ, അങ്ങനെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അത് എത്ര ഒക്യുപ്പേഷൻ അതിൻ്റെ അകത്ത് എത്ര ഉണ്ടെന്നുള്ളത് നോക്കും. പിന്നെ ഇലക്ട്രിക്കൽ അപ്ലയൻസ് യൂസ്ഡ് ഇൻ ദി ബിൽഡിംഗ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ, അതായത് ചൂടുണ്ടാകുന്ന ഉപകരണങ്ങൾ എന്തൊക്കെ അതിൻ്റെ അകത്തുണ്ട് എന്ന് നമ്മൾ നോക്കും. എത്ര ബൾബുണ്ട്, എത്ര ഫാനുണ്ട്, അങ്ങനെ എത്ര കമ്പ്യൂട്ടറുണ്ട്, എത്ര പ്രിൻ്റർ ഉണ്ടെന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും. അടുത്തത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് ഇൻ ദ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് എത്ര ഡിഗ്രി ടെമ്പറേച്ചർ, 24 ഡിഗ്രി ആണോ, ഇനി 25 ആണോ, 26 ആണോ, 24 ആണോ, 23 ആണോ, എത്ര ഡിഗ്രിയാണ് ഇതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കണം. പിന്നെ എന്താണ് വെന്റിലേഷൻ റിക്വയർഡ് ഇൻ ദ ബിൽഡിംഗ്. ഇതിൽ എത്ര വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രഷ് എയർ ഇതിലേക്ക് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ റൂം അടച്ചിട്ടേക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? ഫ്രഷ് എയർ കിട്ടാതെ. അപ്പോൾ ഫ്രഷ് എയർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെന്റിലേഷൻ എത്രമാത്രം വെന്റിലേഷനാണ്, 1 മണിക്കൂറിൽ എന്തുമാത്രം റൂമിൽ എയർ കടത്തിവിടണം എന്നുള്ള ഒരു കണക്കുണ്ട്. അത് നമ്മളിനി പഠിക്കാനുണ്ട് വെന്റിലേഷന്. അതുപോലെ പിന്നെ വേറെന്നുള്ളത്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, പർപ്പസ് ഫോർ വിച്ച് ദ ബിൽഡിംഗ് ഈസ് ടു ബി യൂസ്ഡ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ഈ റൂം അല്ലെങ്കിൽ ബിൽഡിംഗ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയും. അതുപോലെ തന്നെ ലൊക്കേഷൻ
വെയർ പ്ലാന്റ് ഈസ് ഇൻസ്റ്റാൾഡ്. എവിടെയാണ് എയർ കണ്ടീഷണർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? നമ്മുടെ സ്പ്ലിറ്റ് എ സിയുടെയൊക്കെ കേസിൽ അത്ര അത് പ്രാധാന്യമില്ലെങ്കിലും വലിയ പ്ലാന്റ്, ചില്ലർ പ്ലാന്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് അത് വരിക. പിന്നെ അതുപോലെ ഈ ഹീറ്റ് ലോഡ് ത്രൂ വാൾ നമ്മൾ പറഞ്ഞു, ഭിത്തിയിലൂടെ എത്ര കടന്നു വരും, ജനലിലൂടെ എത്ര കടന്നു വരും, ഡോറിലൂടെ, റൂഫിലൂടെ, ഫ്ലോറിലൂടെയൊക്കെ കടന്നു വരും. അങ്ങനെ കടന്നു വരുന്നതിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു ഫോർമുല ആണ്. അപ്പം എത്ര ഹീറ്റ് ലോഡ് വരും എന്ന് കണ്ടുപിടിക്കണ്ടേ? ഏതിലൂടെ? ഭിത്തിയിലൂടെ, ജനലിലൂടെ, ഡോറിലൂടെയും, റൂഫിലൂടെയും, ഫ്ലോറിലൂടെയൊക്കെ കണ്ടുപിടിക്കണ്ടേ? അതിനുള്ളൊരു ഫോർമുല ഉണ്ട്. ഈ ഒരൊറ്റ ഫോർമുല മാത്രമേ നമുക്ക് ഈ ഹീറ്റ് ലോഡ് കാൽക്കുലേഷന് പ്രധാനമായിട്ടുള്ളൊരു ഫോർമുല ഇതാണ്. മറ്റ് 2 ചെറിയ ഫോർമുല കൂടെ ഉണ്ട്. ഇത് വളരെ സിമ്പിളാണ്. നോക്കിയേ, U × A × T2 - T1, U × A × T2 - T1, UA × T2 - T1 എന്നുള്ള ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ. ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? UA × T2 - T1, അതാണ് ടോട്ടൽ ഹീറ്റ് ലോഡ് നമുക്ക് കിട്ടുക. അപ്പോൾ അതെന്താണ്? ഇവിടെ U എന്ന് പറഞ്ഞാൽ എന്താ? ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. ഇപ്പോൾ ഓരോ സാധനങ്ങൾക്കും, ഓരോ വസ്തുക്കൾക്കും അത് ഹീറ്റ് കടത്തി വിടുന്നതിനൊരു ഇതുണ്ട്. അതാണ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. ഇപ്പം ഉദാഹരണത്തിന് തടിക്കാണെങ്കിൽ, ഇരുമ്പിന് ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഓരോന്നിനും വ്യത്യാസമാണ്. അത് നമ്മൾ അടുത്ത ഒരു ടേബിളിൽ നോക്കും. നമുക്കിവിടെ ഈ കെട്ടിടം പണിയാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ മാത്രം നോക്കിയാൽ മതി. എല്ലാത്തിൻ്റെയും നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ എന്നാണ്. അതാണ് ഈ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ്. വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഏരിയയ്ക്ക് അനുസരിച്ച് കെൽവിൻ എന്നാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ. നമ്മൾ നേരത്തെ പഠിച്ചാൽ നീളവും വീതി എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഗുണിച്ച് കഴിയുമ്പോൾ ഏരിയ കിട്ടും. അതുപോലെ തന്നെ ഭിത്തിയുടെ ആണെങ്കിൽ നമ്മൾ നീളവും ഉയരവും കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഏരിയ കിട്ടും. അതുപോലെ T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എപ്പോഴും കൂടുതലായിരിക്കും. T1 എന്ന് പറയുന്നത് ഇൻസൈഡ് ടെമ്പറേച്ചറാണ്. അത് അത്രയും കാര്യങ്ങൾ വേണം ആ കാൽക്കുലേഷന് വരിക, അല്ലേ? UA × T2 - T1 എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് കണ്ടാൽ നമ്മൾ കുറച്ച് മെറ്റീരിയലിൻ്റെ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് മെറ്റീരിയലിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് തന്നിട്ടുണ്ട്. വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ കെൽവിനിൽ തന്നിട്ടുണ്ട്. ബ്രിക്ക് ചുടുകട്ടയാണ്, 30 സെൻറ്റിമീറ്റർ കനമുള്ള, അതായത് 1 അടി കനമുള്ള ഭിത്തിയാണ് നമുക്ക് ചുടുകട്ട കൊണ്ടുള്ളത്. അതിൻ്റെ ഇതാണ് U വാല്യൂ എന്ന് പറയുന്നത് 2.52 ആണ്. അതിൻ്റെ U വാല്യൂ എന്ന് പറയുന്നത് 2.52 ആണ്. അതുപോലെ ബ്രിക്ക് 20 സെൻറ്റിമീറ്ററിൻ്റെ ആണെന്നുണ്ട്, അതായത് 3/4 അടിയുടെ കട്ടയാണെങ്കിൽ 2.82. അവിടെ കണ്ടോ ഈ U വാല്യൂ കൂടിയത് കണ്ടോ? അതായത് ഭിത്തിയുടെ തിക്നെസ് കൂടുതലാണെങ്കിൽ അകത്തേക്ക് കുറച്ച് താപം കടത്തി വിടുള്ളൂ എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട, അല്ലേ? തിക്നെസ് കുറയുമ്പം U വാല്യൂ കൂടി. മറ്റേത് 30 ആണെങ്കിൽ എത്രയാണ്? 2.52 ആയിരുന്നത്. 20 ആയപ്പോഴത്തേന് എത്ര വന്നു? 2.82 ആണ്. അതുപോലെ റൂഫ് 20 സെൻറ്റിമീറ്റർ കോൺക്രീറ്റ് റൂഫാണെങ്കിൽ 3 ആണ് U വാല്യൂ അതിൽ എടുക്കുന്നത്. അതുപോലെ 15 സെൻറ്റിമീറ്റർ കോൺക്രീറ്റ് ആണ് 3.5. കണ്ട, കനം കുറയുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ കൂടും, അകത്തേക്ക് താപം കടത്തിവിടുന്നത് കൂടും. അതുകൊണ്ടാണ് U വാല്യൂ കൂടിയത്. അതുപോലെ വിൻഡോ വിത്ത് ഗ്ലാസ്സിനാണ് നമ്മൾ 6 ആയിട്ട് എടുക്കുക. അതിനാണ് ഇപ്പോൾ ഈ നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം. നമ്മുടെ വീട്ടിലാണെങ്കിലും മറ്റ് ഷോപ്പുകളിലൊക്കെ ആണെങ്കിലും ഈ ഗ്ലാസ്സിൽ കൂടെ നല്ലപോലെ താപം അകത്തേക്ക് കയറി വരും. അതാണ് 6 വിൻഡോ ഗ്ലാസ്സിൽ കൂടെയും ഒക്കെ വരുന്നത്. ഡോറിൽ കൂടെ കയറി വരുന്നത്, തടി കൊണ്ടൊക്കെയുള്ള ഡോറിൽ കൂടെ കയറി വരുന്നത് 1.5ഉം, തറയിലൂടെ ഫ്ലോറ് ചൂടായിട്ട് ഫ്ലോറിലൂടെ കണ്ടക്ട് ചെയ്ത് വരുന്നത് 2 ആണ് U വാല്യൂ ആയിട്ട് എടുക്കുക. ഇതുപോലെ എല്ലാ മെറ്റീരിയലിനും എല്ലാ ഇതിനും U വാല്യൂ ഉണ്ട്. നമുക്കിവിടെ പഠിക്കാനൊരു കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മളെടുത്ത്. ഇനി ഓരോന്നിൻ്റെയും ഫോർമുല വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. മുമ്പ് നമ്മൾ പഠിച്ചു, അല്ലേ? U × A × T2 - T1. ഇത് വെച്ച് ഓരോ ഭാഗത്തിൻ്റെയും ഫോർമുല നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുമല്ലോ, എഴുതാൻ പറ്റുമല്ലോ. വാളിലൂടെയാണോ ഭിത്തിയിലൂടെ ഉള്ളതാണെങ്കിൽ എന്നാ? ഭിത്തിയുടെ ഏരിയയാണ് A ഇൻ മീറ്റർ സ്ക്വയർ ആണ്, മീറ്ററിലാണ് അളക്കേണ്ടത് കേട്ടോ. ഇൻ മീറ്റർ സ്ക്വയർ × U വാല്യൂ × T2 - T1. അതുപോലെ ഹീറ്റ് ലോഡ് ത്രൂ ഡോറാണെങ്കിൽ ഡോറിൻ്റെ ഏരിയ, അത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ എത്ര ഡോറുണ്ട്, ഡോറിൻ്റെ അളവ് നോക്കണമെന്ന്. ഡോറിൻ്റെ ഏരിയ × U വാല്യൂ × T2 - T1. അതുപോലെ റൂഫിലൂടെയാണ്, വിൻഡോയിലൂടെയും ഡോറിലൂടെ, അതുപോലെ റൂഫിലൂടെ ആണെങ്കിലും അതുപോലെ റൂഫിൻ്റെ ഏരിയ × U വാല്യൂ ഓഫ് റൂഫ് × T2 - T1. അതുപോലെ ഫ്ലോറിൽ കൂടെ വരുന്നതാണെങ്കിലോ ഫ്ലോറിൻ്റെ ടോട്ടൽ ഏരിയ × U വാല്യൂ ഓഫ് ഫ്ലോർ × T2 - T1. ഇത് വളരെ സിമ്പിൾ അല്ലേ? ഏതിൻ്റെ ആണോ അതിൻ്റെ U വാല്യൂ നോക്കണം. അപ്പം ഡോറാണെങ്കിൽ ഡോറിൻ്റെ, ഗ്ലാസ് ആണെങ്കിൽ 6, ഡോറിൻ്റെ 1.5 ഉണ്ട്, ഫ്ലോറിൻ്റെ 2 ഉണ്ട്. അങ്ങനെ നമ്മൾ ചിലത് 3.5ൻ്റെ, അങ്ങനെ നമ്മളത് നോക്കിയിട്ട് ഏതാണോ U വാല്യൂ ആ U വാല്യൂവിൻ്റെ ഏരിയയെ ഗുണിച്ചിട്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടും കൂടെ ഗുണിക്കണം. ഇനി ഹീറ്റ് ലോഡ് ഡ്യൂ ടു ഇൻഫിൽട്രേഷൻ ആൻഡ് വെന്റിലേഷൻ. ഇപ്പം നമ്മൾ ആ കെട്ടിടത്തിനകത്തേക്ക് സൂര്യപ്രകാശം കൊണ്ട് ഡയറക്റ്റ് കയറി വരുന്ന എല്ലാം നമ്മൾ പഠിച്ചു, U വാല്യൂ പഠിച്ചു. ഇനി ഈ അകത്തേക്ക് ഈ കയറി വരുന്ന എയർ ഉണ്ടല്ലോ, ലീക്കായിട്ട് കയറി വരുന്ന എയർ ഉണ്ടല്ലോ, ആ എയറിൻ്റെയും കണ്ടുപിടിക്കണ്ടേ? ആ എയറിൻ്റെയും കണ്ടുപിടിക്കണം. അങ്ങനെ ആ എയറിൻ്റെ കണ്ടുപിടിക്കുന്നതിന്
ഈ ലീക്കായിട്ട് കയറി വരുന്നത് തന്നെയല്ല കേട്ടോ. നമ്മൾ വെന്റിലേഷന് വേണ്ടിയിട്ട് എയർ ചേഞ്ച് നടത്തും. അതായത് റൂമിലേക്ക് നമ്മൾ ആൾക്കാരുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ചും ഓഫീസിൻ്റെ ഉപയോഗത്തിനനുസരിച്ചൊക്കെ നമ്മൾ എയർ ചേഞ്ച് വരുത്തും. അപ്പോഴും ഈ എയർ പുറത്തുനിന്നുള്ള ഫ്രഷ് എയർ അല്ലേ അകത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ ആ എയറിൻ്റെയൊക്കെ കണ്ടുപിടിക്കുന്ന ഇതാണ് ഈ ഇൻഫിൽട്രേറ്റഡ് എയറിൻ്റെ കണ്ടുപിടിക്കുന്നത്. എമൗണ്ട് ഓഫ് ഇൻഫിൽട്രേറ്റഡ് എയർ എന്നുള്ളത് V = L × W × H × A ഡിവൈഡഡ് ബൈ 3600 3600. അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇതാ ഞാൻ പറഞ്ഞ വേറൊരു ഫോർമുല. മുമ്പ് നമ്മളൊരു ഫോർമുല പഠിച്ചു, U × A × T2 - T1. ഇവിടെ വേറൊരു ഫോർമുല ഉള്ളത് L × W × H × A ഡിവൈഡഡ് ബൈ 3600. അതിൽ L എന്ന് പറയുന്ന ലെന്ത് ഇൻ മീറ്റർ. ഈ ക്രാക്സ്, ഈ ഇത് എയർ കയറി വരാനുള്ള വെന്റിലേറ്റർ അല്ലെങ്കിൽ ക്രാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലെന്താണ്. അതുപോലെ തന്നെ W എന്ന് പറയുന്ന വിഡ്ത്ത് ഇൻ മീറ്റർ. അപ്പോൾ നമുക്ക് ലെന്തും വിഡ്ത്തും കൂടെ ഗുണിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഏരിയ കിട്ടും. അതുപോലെ H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇൻ മീറ്റർ. അതിൻ്റെ ഒരു ഹൈറ്റും കൂടെ ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വോളിയം, അതിലൂടെ എത്ര എയറാണ് കയറി വരാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു വോളിയം കിട്ടും. അതാണ് H. അതുപോലെ A എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എയർ ചേഞ്ച് പെർ അവർ. എത്ര എയർ ചേഞ്ച്, ഒരു മണിക്കൂറിൽ എത്ര പ്രാവശ്യം റൂമിനകത്തുള്ള മുഴുവൻ എയറും ചേഞ്ച് ചെയ്യുന്നതായിട്ട്. അതായത് ഫ്രഷ് എയർ പുറത്തുനിന്ന് അത്ര എയർ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള എയർ പുറത്തേക്കും പോകുമല്ലോ. അങ്ങനെയാണ്, അതിനാണ് എയർ ചേഞ്ച് എന്ന് പറയുന്നത്. ഫ്രഷ് എയർ ആഡ് ചെയ്യുന്നതിനാണ് എയർ ചേഞ്ച് എന്ന് പറയുന്നത്. ഫ്രഷ് എയർ ആഡ് ചെയ്യുന്നതിന് അതിന് കണക്കുണ്ട്. ഇതാണ് ഈ എയർ ചേഞ്ച് വാല്യൂ ഓരോ ആവശ്യത്തിനുള്ളതിൻ്റെ ഒരു ചാർട്ടാണിത്. റൂം വിത്ത് നോ വിൻഡോ ഓർ ഔട്ട്സൈഡ് ഡോർ ആണെന്നുണ്ടെങ്കിൽ അതിൽ എയർ ചേഞ്ച് എന്ന് പറയുന്നത് 0.5 to 0.75 എന്ന് പറഞ്ഞാൽ ആ മുറിക്കകത്തുള്ള മൊത്തം വോളിയത്തിൻ്റെ പകുതി എയർ ഒരു മണിക്കൂറിൽ പുറത്ത് കളഞ്ഞാൽ മതിയാവും. അതുപോലെ അടുത്തതാണെങ്കിൽ റൂം വിത്ത് 1 വാൾ എക്സ്പോസ്ഡ്, ഒരു ഭിത്തി സൂര്യപ്രകാശം അടിക്കുന്ന പോലെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഒരു പ്രാവശ്യം എയർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂമിൻ്റെ എത്ര വോളിയം എയർ ഒരു പ്രാവശ്യം പുറത്ത് കളയത്തക്ക രീതിയിൽ അകത്തുനിന്ന് പുറത്തുനിന്ന് ഫ്രഷ് എയർ അത്രയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ റൂം വിത്ത് 2 വാൾ എക്സ്പോസ്ഡ് ആണെങ്കിൽ 1.5 ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ റൂം വിത്ത് 2-ലധികം വാളുകൾ എക്സ്പോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 നിർത്ത് എയർ ചേഞ്ച് ഉണ്ട്, 2 എയർ ചേഞ്ച് ഉണ്ടാവും. എൻട്രൻസ് ഹാളാണെങ്കിൽ ആൾക്കാരൊക്കെ കടന്നു വരുന്ന എൻട്രൻസ് ഹാളാണെന്നുണ്ടെങ്കിൽ റിസപ്ഷൻ അങ്ങനെയുള്ളതാണെങ്കിൽ 2 മുതൽ 3 വരെയും എയർ ചേഞ്ചാണ് വേണ്ടത്. അതുപോലെ ബാത്റൂമും ഒക്കെ ആണെങ്കിൽ അതിന് 2 എയർ ചേഞ്ചാണ് വേണ്ടത്. അങ്ങനെ ഓരോ ഇതിനും ഇതുപോലെ ഒരു വലിയ പട്ടിക തന്നെയുണ്ട്, നമുക്ക് ഒരു സിമ്പിളാക്കി വെച്ചിരിക്കും. ഇനി അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സൈക്രോമെട്രിക് ചാർട്ടൊക്കെ ഉപയോഗിക്കും. നമ്മൾ പഠിച്ചതാണ് സൈക്രോമെട്രിയൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഈ സൈക്രോമെട്രിക് ചാർട്ടൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ എൻതാൽപ്പിയൊക്കെ നമ്മൾ സൈക്രോമെട്രിക് ചാർട്ടിൽ ഓർക്കുന്നില്ല, നമ്മൾ ട്രൈബൾബും വെറ്റുബൾബും ഒക്കെ കണ്ടുപിടിച്ച് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഓർക്കുമ്പോൾ ഒന്ന് നോക്കി നമ്മളന്ന് പഠിച്ച കുറേ കാര്യങ്ങളെന്ന് ഓർത്ത് നോക്കിയാൽ സ്പെസിഫിക് വോളിയം അറ്റ് എ പോയിന്റ് 1 എന്ന് പറയുന്ന ആ സ്പെസിഫിക് ഇതിൽ ഒരു പോയിന്റ് 1 കൊടുത്തിട്ടുണ്ട് അല്ലേ, 1 ഉണ്ട്, 2 ഉണ്ട്, A ഉണ്ട്. ഒരു ട്രയാങ്കിളിൽ കാണിച്ചിട്ടില്ല, 1, 2, A എന്ന് കാണിച്ചിട്ടുണ്ട്. 1 എന്ന് പറയുന്ന പോയിന്റിൽ സ്പെസിഫിക് വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊരു ചെരിഞ്ഞുള്ള ഒരു ലൈന് വരും അല്ലേ, സ്പെസിഫിക് വോളിയം. അപ്പോൾ സ്പെസിഫിക് വോളിയം ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ സ്പെസിഫിക് വോളിയം എത്രയാണ്, അത് എഴുതി വെക്കും സൈക്രോമെട്രിക് ചാർട്ട് നോക്കിയിട്ട്. ഇത് സിമ്പിളായിട്ട് ചാർട്ട് കാണിച്ചുള്ളൂ. നമ്മൾ യഥാർത്ഥ ചാർട്ടിലാകുമ്പോൾ അതിങ്ങനെ കാണിക്കും. എൻതാൽപ്പി അറ്റ് പോയിന്റ് 1, ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ എൻതാൽപ്പി സ്കെയിലിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒന്നാമത്തെ പോയിന്റിൻ്റെ എൻതാൽപ്പി കിട്ടും. അത് H1 എന്ന് നമ്മൾ എടുക്കും. അതിൻ്റെ അവിടെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, ആ വാല്യൂ ആണ് നമ്മൾ എടുക്കുക അല്ലേ, ആ വാല്യൂ നമ്മൾ എടുക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ എൻതാൽപ്പി അറ്റ് പോയിന്റ് 2, രണ്ടാമത്തെ പോയിന്റിൽ എൻതാൽപ്പി എടുക്കണം. എൻതാൽപ്പി അറ്റ് പോയിന്റ് Aയിൽ എൻതാൽപ്പി എടുക്കണം. അതെല്ലാം നമ്മൾ എൻതാൽപ്പി സ്കെയിലിൽ നിന്ന് എടുക്കും. അങ്ങനെ എൻതാൽപ്പി എടുത്തു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അറ്റ് പോയിന്റ് 1, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമ്മൾ വലതുവശത്തേക്ക് നോക്കുമ്പോൾ അവിടെ നമ്മൾ ആ ചാർട്ടിൽ കൊണ്ടുവന്നിട്ട് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ് ഒരു ലൈൻ, ആ ലൈനെ കൊണ്ട് മുട്ടുമ്പോൾ ഒന്നാമത്തെ പോയിന്റിൻ്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, അതുപോലെ തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എയുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എടുക്കും. ഒന്നാമത്തെ പോയിന്റിൻ്റെയും എയുടെയും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എടുക്കും. കാരണം രണ്ടാമത്തെ പോയിന്റിൻ്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും എയുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഒന്ന് തന്നെയാണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഒരു പോയിന്റിൻ്റെ എടുത്താൽ മതിയാവും. പിന്നെ അടുത്തത് മാസ് ഓഫ് ഇൻഫിൽട്രേറ്റഡ് എയർ, അകത്തേക്ക് കയറി വന്ന എയറിൻ്റെ മാസ് എത്രയാണ്, M = V/VS ആണ്. V/VS ആണ്. VS നമ്മൾ ഇവിടെ നിന്ന് കിട്ടി, നമുക്ക് സ്പെസിഫിക് വോളിയം ഓഫ് എയർ കിട്ടി. പിന്നെ V നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ V കണ്ടുപിടിച്ചിരുന്നു, ഇതിന് മുമ്പിലത്തെ സ്ലൈഡിൽ പറഞ്ഞിരുന്നു V കണ്ടുപിടിച്ചു. ആ V/VS ആണ് മാസ് ഓഫ് ഇൻഫിൽട്രേറ്റഡ് എയർ കിട്ടുക. അതുപോലെ സെൻസിബിൾ ഹീറ്റ് ഗെയിൻ ഡ്യൂ ടു ദ ഇൻഫിൽട്രേറ്റഡ് എയർ, 2 തരത്തിലുള്ള ഹീറ്റ് ഇൻഫിൽട്രേറ്റഡ് എയറിന് 2 ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് സെൻസിബിൾ ഹീറ്റും ഉണ്ട്, ലേറ്റൻറ്റ് ഹീറ്റും ഉണ്ട്. സെൻസിബിൾ ഹീറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് മാസ് കണ്ടുപിടിച്ചല്ലോ, മാസ് ഇൻറ്റു HA - H2 ആണ്. HA മൈനസ് എൻതാൽപ്പിയാണ്, A എന്ന പോയിന്റിലെ എൻതാൽപ്പി മൈനസ്
2 എന്ന പോയിന്റിലെ എൻതാൽപ്പി. അതാണ് ഏത് സെൻസിബിൾ ഹീറ്റ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ലേറ്റൻ ഹീറ്റ് ഗെയിൻ ഡ്യൂ ടു ഇൻഫിൽട്രേറ്റഡ് എയർ. ലേറ്റൻ ഹീറ്റിൽ നമുക്കറിയാം ടെമ്പറേച്ചർ, ട്രൈവൽ ടെമ്പറേച്ചർ അവിടെ മാറുന്നില്ല. അതുകൊണ്ട് M = H1 - HA ആണ്. H1 - HA ആണ് ഏതാണ് ലേറ്റൻ ഹീറ്റ് ഗെയിൻ ഡ്യൂ ടു ഇൻഫിൽട്രേറ്റഡ് എയർ. ഇങ്ങനെ ഇൻഫിൽട്രേറ്റഡ് എയറിന് 2 ഉണ്ട്, സെൻസിബിൾ ഹീറ്റ് ഗെയിനും ഉണ്ട്, ലേറ്റൻ ഹീറ്റ് ഗെയിനും ഉണ്ട്. അതിൻ്റെ ഫോർമുലയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അതുപോലെ റെക്കമെൻഡഡ് മിനിമം ഔട്ട്സൈഡ് എയർ ഇൻ m3/min/person. ഒരാൾക്ക് എത്ര എയർ വേണമെന്നുള്ള, അതായത് നമ്മൾ വെന്റിലേഷൻ നടത്തണ്ടേ, പുറത്തുനിന്നുള്ള ഫ്രഷ് ആഡ് ചെയ്യണ്ടേ, അത് ഒരാൾക്ക് എത്ര വേണമെന്നുള്ളതിൻ്റെയാണ് ഇപ്പോൾ ഇതിൽ ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു കുറേ വൈഡ് ചാർട്ടാണ്, നമ്മളതിൽ ഷോർട്ടാക്കി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു. അപ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിൽ 0.6 ഒക്കെയാണ് വേണ്ടത്. അതുപോലെ ബാങ്കിങ്ങിനാണെങ്കിൽ 0.3 വേണം. ഹോസ്പിറ്റലാണെങ്കിൽ 0.9 m3 ഒരാൾക്ക്. ഹോസ്പിറ്റലിൽ ഒരാൾക്ക് 0.9 m3 വേണം. ഓഫീസിലാണെങ്കിൽ 0.45 വേണം. തിയേറ്ററിലൊക്കെ ആണെങ്കിൽ 0.23 വേണം. അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വീടുകളിലൊക്കെ ആണെങ്കിൽ 0.6 m3/minute ഒരാൾക്ക്. അപ്പോൾ 5 പേരുണ്ടെങ്കിൽ × 5 എന്ന് കുടിക്കേണ്ടി വരും. അതാണ്. ഇനി അടുത്തത് വോളിയം ഓഫ് വെന്റിലേഷൻ ഓഫ് ഔട്ട്സൈഡ് എയർ. ഔട്ട്സൈഡ് എയർ ഇൻ m3 × നമ്പർ ഓഫ് പേഴ്സൺ. ഔട്ട്സൈഡ് എയർ എത്ര വേണോ അത് എത്ര ആൾക്കാരുണ്ടോ അതുകൊണ്ട് കുടിച്ച് കഴിഞ്ഞാൽ നമുക്കത് വോളിയം കിട്ടും. മാസ് ഓഫ് ഇൻഫിൽട്രേറ്റഡ് എയർ M = V/Vs. വോളിയം നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്പെസിഫിക് വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മാസ് കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ അതിൻ്റെ അങ്ങനെയാണെങ്കിൽ സെൻസിബിൾ ഹീറ്റ് ഗെയിൻ ഡ്യൂ ടു വെന്റിലേറ്റഡ് എയർ എന്ന് പറയുന്നത് M × ഏതാണ് HA - H2. ലേറ്റൻ ഹീറ്റ് ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചാണ് M × H1 - HA ആയിരിക്കും. ഇനി ഹീറ്റ് ലോഡ് ഡ്യൂ ടു ഇലക്ട്രിക്കൽ ലൈറ്റും എക്യുപ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ കണക്കാക്കണം. അത് കണക്കാക്കാം. മൂന്നാമത്തത് അതെന്തൊക്കെയാണ്? ടോട്ടൽ വാട്ടേജ് ഓഫ് ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അത് നമുക്ക് ഇലക്ട്രിക്കൽ ഒരു ബൾബാണെങ്കിൽ അത് എത്ര വാട്ടിൻ്റെ ബൾബാണെന്ന് നോക്കിയാൽ മതി. അത് വാട്ടിലേക്ക് നമുക്ക് ആക്കാൻ വേണ്ടി 1000 കൊണ്ട് വരികയുമ്പോൾ നമ്മളത് എന്തായിട്ട് മാറും? കിലോ വാട്ടായിട്ട് മാറും. കാരണം ഈ യൂണിറ്റ് എല്ലാം കിലോ വാട്ടിലാക്കിയിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. അതുപോലെ ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് അടുത്താണ് ഹീറ്റ് ലോഡ് ഡ്യൂ ടു ഒക്യുപ്പൻസ്. ഒക്യുപ്പൻസ് എന്ന് പറയുന്നത് നമ്മൾ ആൾക്കാർ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവരുടെ ഹീറ്റ് ലോഡാണ്. അത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞായിരുന്നു. ഒരാൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ 114 വാട്ട് ആണ് അയാൾ പുറത്ത് വിടുന്ന ചൂട്. നമ്മൾ പുറത്ത് വിടുന്ന ചൂട് 114 വാട്ടാണ്. ഓഫീസിലാണെങ്കിൽ എന്തെങ്കിലും ചെറിയ വർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 160 വാട്ട് പുറത്ത് വിടുമെങ്കിൽ, ഫാക്ടറിയിലൊക്കെ വലിയ കഠിനമായിട്ടുള്ള പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 440 വാട്ട് എന്ത് ചെയ്യും? എനർജി പുറത്തേക്ക് വാട്ട് ചൂട് പുറത്തേക്ക് വിടും. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് ഗെയിൻ ഫ്രം ഒക്യുപ്മെൻറ്റ് = സെൻസിബിൾ ഹീറ്റ് പെർ പേഴ്സൺ × നമ്പർ ഓഫ് പേഴ്സൺ. ഒരാളുടെ സെൻസിബിൾ ഹീറ്റ്. ഇതിപ്പോൾ ഈ ടോട്ടൽ ഹീറ്റാണ് തന്നേക്കുന്നത് 114 എന്ന് പറയുന്നത്. 2 ഹീറ്റും കൂടെയാണ് ടോട്ടൽ. ഏതാണ്? സെൻസിബിൾ ഹീറ്റും ലേറ്റൻ ഹീറ്റും കൂടെ കൂടിയിട്ടാണ്. അപ്പോൾ അത് ലേറ്റൻ ഹീറ്റ് ആണെങ്കിലും എങ്ങനെയാണ്? ലേറ്റൻ ഹീറ്റ് പെർ പേഴ്സൺ × നമ്പർ ഓഫ് പേഴ്സൺ. എത്ര ആൾക്കാരുണ്ടോ അപ്പോൾ അത് ഗുണം അവരുടെ ലേറ്റൻ ഹീറ്റ്. ഇനി ഇതിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ ഹീറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഇപ്പോൾ നമ്മൾ ഒന്നാമത് കണ്ടുപിടിച്ചിരുന്നു, ഈ ജനലിൽ കൂടെയും വാതിലിൽ കൂടെയും റൂഫിൽ കൂടെയും ഫ്ലോറിൽ കൂടെയൊക്കെ വരുന്ന എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ അത് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു ഇൻഫിൽട്രേറ്റിൻ്റെ കണ്ടുപിടിച്ചിരുന്നു. പിന്നെ 3 നമ്മൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെയൊക്കെ ഹീറ്റ് കണ്ടുപിടിച്ചിരുന്നു. 4 അതിൻ്റെ അകത്തുള്ള ഒക്യുപ്പൻസിൻ്റെ ഹീറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി കിലോ വാട്ടിൽ നമുക്ക് കിട്ടും. എത്ര കിലോ വാട്ട് ഹീറ്റ് ലോഡ് കിട്ടും. അതിനെ നമ്മൾ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ എന്ത് ചെയ്യും? എയർ കണ്ടീഷനിങ് പ്ലാന്റ് എത്രയുടെ വേണം നമുക്കറിയാം. 3.5 കിലോ വാട്ടാണ് ഒരു ടണ്ണ്. നമ്മൾ പഠിച്ചതാണ് 3.5 കിലോ വാട്ടിനാണ് നമ്മൾ ഒരു ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്, അല്ലെ എയർ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ മൊത്തം കിലോ വാട്ടിനെ എന്ത് ചെയ്യും? നമ്മൾ 3.5 കൊണ്ട് ഹരിച്ചു കഴിയുമ്പം എത്ര ടണ്ണിൻ്റെ AC നമുക്ക് ആ റൂമിലേക്ക് വേണ്ടി വരും, അല്ലെ എത്ര ടണ്ണിൻ്റെ റെഫ്രിജറേഷൻ ആ റൂമിലേക്ക് വേണ്ടി വരും എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ കണക്ക് കൂട്ടി കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം ഒരു AC മെക്കാനിക്കിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ AC ടെക്നീഷ്യനെ സംബന്ധിച്ച് ആൾക്കാർ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ റൂമിന് എത്ര ടണ്ണിൻ്റെ AC വേണം? കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ പിന്നെ ഇൻവെർട്ടർ AC ഒക്കെ വന്നതുകൊണ്ട് ഫ്ലെക്സിബിളാണ് ടണ്ണേജ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഫ്ലെക്സിബിളാണ്. അല്ലാത്ത സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ കാൽക്കുലേഷനൊക്കെ. ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു എളുപ്പമുണ്ട്. എന്നാലും നമുക്ക് അറിഞ്ഞിരിക്കുകയും നമ്മൾക്ക് ഒരുപാട് ഉപയോഗമുള്ള ഒരു ചാപ്റ്ററാണ് ഹീറ്റ് ലോഡ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഹീറ്റ് കടന്നു വരുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഭിത്തി കൂടെ കടന്നു വരുന്നതും റൂഫിൽ കൂടെ കടന്നു വരുന്നതും അതിൻ്റെയൊക്കെ U വാല്യൂം അതിൻ്റെ ഫോർമുലയൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സൈക്രോമെട്രിക് ചാർട്ടൊക്കെ നേരത്തെ പഠിച്ചിരുന്നു.
ആ സൈക്രോമെട്രിക് ചാർട്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടൊരു അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനിമിറേറ്റ് ദ പോയിന്റ് ഫോർ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ ഓഫ് യുവർ കമ്പ്യൂട്ടർ ലാബ്, ഫൈൻഡ് ദ കപ്പാസിറ്റി ഓഫ് AC സിസ്റ്റം റിക്വയർഡ് ഫോർ യുവർ കമ്പ്യൂട്ടർ ലാബ്. അങ്ങനെ ഒരു ക്വസ്റ്റിന് അസൈൻമെൻറ്റിന് നിങ്ങളുടെ ടെസ്റ്റിൽ തന്നിരിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അതിന് പകരമായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു റൂമിൻ്റെ തന്നെ, ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുകയാണ്, അതുകൊണ്ട് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു റൂമിൻ്റെ, ബെഡ്റൂമിൻ്റെയോ ഒരു ഹാളിൻ്റെയോ അളവൊക്കെ എടുത്തിട്ട് അതിലെ ജനലിൻ്റെയും വാതിലിൻ്റെയും വെന്റിലേറ്ററിൻ്റെ ഒക്കെ അളവൊക്കെ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഫോർമുല ഒക്കെ വെച്ചിട്ട് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സൈക്രോമെട്രിക് ചാർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച സൈക്രോമെട്രിക് ചാർട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, അതല്ലെങ്കിൽ നെറ്റിൽ സൈക്രോമെട്രിക് ചാർട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ റൂമിൻ്റെ നീളവും വീതിയും ഉയരവും ഒക്കെ എടുക്കുക. അപ്പോൾ ഫ്ലോറിൻ്റെ തന്നെ ആയിരിക്കും റൂഫിൻ്റേത്. എന്നിട്ട് റൂഫ് എത്ര കനമുള്ളതാണ്, ഫ്ലോറ്, അതുപോലെ തന്നെ ജനലിൻ്റെ വീതിയും ഉയരം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കിട്ടും. ഡോറിൻ്റെ വീതി ഉയരം എടുത്ത് അതിൻ്റെ ഏരിയ കിട്ടും. വെന്റിലേറ്ററിൻ്റെ എടുത്ത് അതിൻ്റെ ഏരിയ കിട്ടും. ഇങ്ങനെ ആ ഏരിയ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ യു വാല്യൂ, നമ്മൾ തന്നിരിക്കുന്ന ഒരു യു വാല്യൂ എന്ന് ഉപയോഗിച്ചാൽ മതി. അതെല്ലാവരും നിങ്ങൾ ആ ഒരു അടിയുടെ, അതായത് 30 സെൻറ്റിമീറ്റർ കനമാണ് സാധാരണ വീടുകളിലേക്ക് വെക്കുന്നത്, ആ തിക്നെസ്സിൻ്റെ എടുത്തുകൊള്ളുക. അതെടുത്തിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അന്നേരത്തിന് നിങ്ങൾ നന്നായിട്ട് ഇത് പഠിക്കും. ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു റൂമിൻ്റെ, ആ റൂമിലേക്ക് എത്ര ടണ്ണിൻ്റെ AC വേണ്ടെന്നുള്ള രീതിയിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഏതാണ്. അപ്പോൾ ഒരു ടേപ്പൊക്കെ എടുത്തിട്ട് അതിൻ്റെ അളവൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. ഈ ടേപ്പിൽ എന്ത് ചെയ്യണം, ഒരു നൂലെടുത്ത് നിങ്ങളുടെ സ്കെയിലുണ്ടല്ലോ, ആ സ്കെയിലിൽ നിങ്ങളുടെ 15 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് മീറ്ററിലാണ് അളവെടുക്കേണ്ടത്. അതുകൊണ്ട് 15 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ 1 മീറ്ററിൻ്റെ നീളമാക്കി എടുക്കുക. 15 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അളന്നളന്ന് ഒരു ചരട് 1 മീറ്റർ നീളമാക്കി എടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റൂമിൻ്റെ മുഴുവൻ നീളവും വീതിയും ഉയരവും ഒക്കെ നമുക്ക് അളന്ന് നോക്കാം. ടേപ്പ് ഉണ്ടെങ്കിൽ ഈ ടൈലേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന ടൈപ്പ് ടേപ്പ് മതി, അല്ലെങ്കിൽ 3 മീറ്ററിൻ്റെ 5 മീറ്ററിൻ്റെ ഒക്കെ ടേപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു ടേപ്പ് വെച്ചിട്ട് ഈ നീളവും ഉയരവും എല്ലാം അളന്നിട്ട് അത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് സ്വയമായി ഒന്ന് ചെയ്ത് നോക്കണം. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് വിളിച്ച് ചോദിക്കുക. അവരോട് നിങ്ങൾ ചോദിച്ച് നോക്കുമ്പോൾ അവർ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിക്കാൻ ഏറ്റവും എളുപ്പം അതാണ്. നമ്മുടെ വീട്ടിലുള്ള ഒരു റൂമിൻ്റെ ഈ അളവൊക്കെ എടുത്തിട്ട് ഇതൊന്ന് നമ്മുടെ ആ റൂമിലേക്ക് AC വിറ്റുകയാണെങ്കിൽ എത്ര ടണ്ണിൻ്റെ AC ആണെന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ അകത്ത് 2-3 ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ലോവസ്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ കപ്പാസിറ്റി, യു വാല്യൂ കുറവുള്ളത് ഏതാണെന്നാണ്. ബ്രിക്ക് വാൾ 20 സെൻറ്റിമീറ്റർ, അതുപോലെ ബ്രിക്ക് വാൾ 20 സെൻറ്റിമീറ്റർ പ്ലാസ്റ്റർ വൺ സൈഡ്, ബ്രിക്ക് വാൾ 40 സെൻറ്റിമീറ്റർ ബെയർ, ബ്രിക്ക് വാൾ 40 സെൻറ്റിമീറ്റർ പ്ലാസ്റ്റർ വൺ സൈഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ആ ചാർട്ട് തന്നപ്പം, ആ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒന്ന് നോക്കുക ഏതാണ് കൂടുതൽ, ഏതാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ലോവസ്റ്റ്, ഏതിനാണ് ഹീറ്റ് ട്രാൻസ്ഫർ കപ്പാസിറ്റി കുറവുള്ളതെന്നാണ്. അതായത് റൂമിലേക്ക് കുറച്ച് ഹീറ്റ് കടത്തി വിടുന്നത് ഇതിലേതാണെന്നുള്ളതാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ അന്നേരം തന്നിരുന്നല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. അതുപോലെ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലിബറേറ്റ് മോർ ഹീറ്റ്, കൂടുതൽ ചൂട് പുറന്തള്ളുന്നത് ഇതിൽ താഴെ പറയുന്നതിൽ ഏതാണ്. പേഴ്സൺ സിറ്റിംഗ് അറ്റ് റെസ്റ്റ്, അതായത് വിശ്രമിക്കുന്ന ആൾ. പേഴ്സൺ സിറ്റിംഗ് അറ്റ് എ മാറ്റിനി ഷോ, ഒരു മാറ്റിനി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, അതായത് തിയേറ്റർ മാറ്റിനി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ. പേഴ്സൺ അറ്റ് ലൈറ്റ് വർക്ക്, ചെറിയ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഓഫീസ് വർക്ക് പോലത്തെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. പേഴ്സൺ ഡാൻസ് ചെയ്യുന്ന ഒരാൾ. അങ്ങനെയുള്ളതിൽ ആരാണ് കൂടുതൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലിബറേറ്റ് മോർ ഹീറ്റ്, ഇതിൽ ആരാണ് കൂടുതൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ഓക്യുപ്പൻ്റ് എന്ന് പറഞ്ഞാൽ, ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ 2 തരം ഹീറ്റാണ് ലിബറേറ്റ് ചെയ്യുന്നത്. ഒന്ന് ലേറ്റൻറ്റ് ഹീറ്റുണ്ട്, അപ്പോൾ സെൻസിബിൾ ഹീറ്റ്. 2 ഹീറ്റിൻ്റെ ഫാക്ടർ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇതിൽ ഏത് ആളാണ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യന്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യനുണ്ട്, വാട്ട് യു മീൻ ബൈ എയർ ചേഞ്ച്. എയർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്, എന്താണ് എയർ ചേഞ്ച് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ എയർ ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ ആ വാക്കൊക്കെ ചിലപ്പം ഇൻ്റർവ്യൂവർ ബോർഡിൽ നിന്ന് ആൾക്കാർ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ ചാപ്റ്റർ നിങ്ങളുടെ ഒരു AC ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പ്രാക്ടിക്കലായിട്ട്, ഇനി ഞാനതിൻ്റെ പ്രോബ്ലം ചെയ്യിക്കാത്തത് കൊണ്ടാണ്, പ്രാക്ടിക്കലിൽ ഇതിൻ്റെ നമ്മുടെ ഒരു ലാബിൻ്റെ അളവൊക്കെ എടുത്തിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്യുകയാണ് ചെയ്യുക. അതിൽ എത്ര ടണ്ണിൻ്റെ AC വേണമെന്ന് കണക്കൂട്ടി കണ്ടുപിടിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തിയറിയാണ് ഞാൻ
പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രോബ്ലം ചെയ്യാമല്ലോ. സ്വാഭാവികമായിട്ട് നിങ്ങൾ വീടിൻ്റെ ചെയ്ത് നോക്കുക. അത് കഴിയുമ്പോൾ നിങ്ങളിതിൽ എക്സ്പേർട്ട് ആവും. എല്ലാവർക്കും ഈ ചാപ്റ്ററിൽ നിന്ന് നല്ല മാർക്കൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുന്നു. താങ്ക് യു.